പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നാം ദൈവത്തോട് വിശ്വസ്തരായി ജീവിക്കണം. നാം ദൈവകൽപ്പനകൾ ലംഘിച്ച് ജീവിച്ചാൽ നാം അവിശ്വസ്തരായി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാൻ ദൈവത്തോട് വിശ്വസ്തത കൂടിയേ തീരൂ. അപ്പോൾ നമ്മുടെ തടസ്സങ്ങളും പ്രതിസന്ധികളും അതിജീവിക്കുവാനുള്ള ശക്തിയും ധൈര്യവും നമുക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ ഒന്നാമത്തെ കൽപ്പന നാം അറിഞ്ഞും അറിയാതെയും ലംഘിക്കുന്നുണ്ട്. ദൈവം അരുളി ചെയ്യുന്നു, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന്. നമ്മുടെ ഹൃദയത്തിലെ ദൈവം നമ്മുടെ സൃഷ്ടാവല്ല, സൃഷ്ടികളായി മാറി എന്നതാണ് നമ്മുടെ വലിയ പരാജയം. പലരുടെയും ദൈവം ചില വ്യക്തികളായി മാറി. ചിലർക്ക് ഭാര്യ, ചിലർക്ക് ഭർത്താവ്, ചിലർക്ക് മാതാപിതാക്കൾ, ചിലർക്ക് ധനം, ഈ ലോക മോഹങ്ങൾ, അതുപോലെ ജഡത്തിൻ്റെ സുഖം, ഈ ലോകത്തു നിന്ന് ലഭിക്കുന്ന പേരും പ്രശസ്തിയും ഒക്കെയാണ് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പലരും കൊടുക്കുന്നത്. ജീവിതത്തിൽ ഭാര്യ പറയുന്നത് ദൈവപ്രമാണമായി എടുക്കുന്ന പുരുഷന്മാരുണ്ട്. അതുപോലെ തന്നെ ഭർത്താവ് പറയുന്നത് പ്രമാണമായി കാണുന്നവരുമുണ്ട്. പക്ഷേ നാം സ്വീകരിക്കേണ്ടത് ദൈവം എന്താണോ നമ്മോട് പറഞ്ഞിട്ടുള്ളത്, നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്, അത് ചെയ്യുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. ചിലർക്ക് മാതാപിതാക്കളെ ഇഷ്ടമല്ലായിരിക്കാം. അത് ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് അനുസരിക്കേണ്ട കാര്യമില്ല. മാതാപിതാക്കളാണ് കാണപ്പെടുന്ന ദൈവം എന്ന് തിരുത്തി കൊടുക്കാൻ ആ ഭർത്താവിന് കഴിയണം. അത് സൗമ്യതയോടും ശാന്തതയോടും പറഞ്ഞു മനസ്സിലാക്കി ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. നാം പലപ്പോഴും ഇതെല്ലാം മറന്നുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ താല്പര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ തന്നെ സ്ഥാനത്തേക്ക് നാം അറിയാതെ ഉയർത്തപ്പെടുകയാണ്. ഞാൻ തന്നെ ദൈവം എന്ന മട്ടിൽ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങണം എന്നൊക്കെ വാശി പിടിക്കുന്നത് ദൈവത്തിൻ്റെ പ്രമാണത്തിന് എതിരായി വരാറുണ്ട്. ദൈവത്തിന് വിശ്വസ്തരായി ജീവിച്ചാൽ മാത്രമേ ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹവും ദൈവത്തിൻ്റെ സംരക്ഷണവും നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന സത്യം നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മറ്റൊരു അപകടം, നാം രണ്ടു വഴിയിലും കാലു വയ്ക്കുന്നവരാണ്. നമുക്ക് ലോകവും ലോകസുഖങ്ങളും ജഡമോഹങ്ങളും എല്ലാം നമുക്ക് വേണം, മദ്യവും എല്ലാം നമുക്ക് വേണം, അതോടൊപ്പം തന്നെ നമുക്ക് ദൈവവും വേണം എന്ന ചിന്തിക്കുന്നവരാണ് കൂടുതൽ പേരും. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ദിവ്യബലിയിൽ പങ്കുചേരുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. പുറമേ നോക്കിയാൽ വളരെ വിശുദ്ധരും ഭക്തരുമായി കാണപ്പെടുന്ന ആളുകൾ പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ ദേവാലയത്തിൽ നിന്ന് പുറത്തു കടന്നാൽ നാവിനെ നിയന്ത്രിക്കാതെ കുറ്റംവിധിയും പരദൂഷണവും സ്വാർത്ഥതയും അഹങ്കാരവും ധനം സമ്പാദിക്കാനായി ഏത് അനീതിയായ മാർഗങ്ങളും സ്വീകരിക്കാൻ അവർ തയ്യാറാകുകയാണ്. 1 രാജാക്കന്മാർ 18:21 വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നിങ്ങൾ എത്ര നാൾ രണ്ടു വഞ്ചിയിലും കാല് വയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടത്തെ അനുഗമിക്കുക, ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോവുക. രണ്ടു വഞ്ചിയിലും കാല് വെച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. റോമ 8:7-8 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്, അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല. ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥത്തിൽ നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്.
പ്രഭാഷകൻ 15:15 വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്, മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ നിനക്ക് സാധിക്കും. വിശ്വസ്തതയോടെ പെരുമാറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അപ്പോൾ നമുക്ക് ദൈവത്തോട് വിശ്വസ്തരായി ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് അനുദിനം ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. അപ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.